ബോട്ടിലേഴ്സിന് വിളിച്ചവർക്കുള്ള മറുപടിയാണ് ഞങ്ങൾ 22 കൊല്ലം ഞങ്ങളെ കാത്തിരിപ്പാണിത്. ടീമാണ് പെർഫോം ചെയ്തത്. ആയിട്ടാണ് ഞങ്ങൾ ഓരോ വർഷവും മുന്നോട്ട് വന്നത്. പിന്നെ അതിനൊരു സ്ഥിരത ഞങ്ങൾ കാണിച്ചു. ടീം 8ാം സ്ഥാനത്തായിരുന്നു. അവിടുന്ന് ഈ പ്രോസസ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് അതിന്റെ ഫലമായിട്ട് നമ്മൾ 2-ലെത്തി. ഒരിക്കലും ഡേവിഡ് റയയുടെ പെർഫോമൻസും ഡെക്ലൻ റൈസിന്റെ പെർഫോമൻസും മറന്നു പോകാൻ പറ്റില്ല. ഈ മാസം 31-ന് ലണ്ടൻ നഗരം ചുവക്കും. അന്നാണ് ആർസണൽ തങ്ങളുടെ വിക്ടറി പരേഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് കോഴിക്കോട് നഗരം ചുവക്കാൻ പോവുകയാണ്. കാരണം ഇതാ ആർസണൽ ആരാധകർ നമുക്ക് ചുറ്റുമുണ്ട്. 22 വർഷത്തെ കാത്തിരിപ്പാണ്. നമ്മളിൽ പല ആളുകളും ഫാൻസും കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർ ജനിച്ചതിന് ശേഷം ഒരു ട്രോഫി അവർക്ക് വിൻ ചെയ്യുന്നത് കാണാൻ പറ്റില്ല. ഞങ്ങൾ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളും എല്ലാം സഹിച്ചു വന്ന് ഈ ഒരു മൊമെൻറ്റ് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ ലാസ്റ്റ് 3-4 കൊല്ലമായിട്ട് എല്ലാവർക്കും അറിയാം ഈ എപ്പോഴും കിരീട പോരാട്ടത്തിലുണ്ട്. പക്ഷേ ചില ഭാഗ്യക്കേട് കൊണ്ടും ചില പരിക്കുകൾ കൊണ്ടും എല്ലാം ജസ്റ്റ് സ്ലിപ്പായി പോയി. അങ്ങനെ അവസാനം ഞങ്ങൾ ആ കാത്തിരുന്ന ആ ദിവസം വന്ന് ബോട്ടിലേഴ്സിന് വിളിച്ചവർക്കുള്ള മറുപടിയാണ് ഞങ്ങൾ 22 കൊല്ലം ഞങ്ങളെ കാത്തിരിപ്പാണിത്. ഈ പറയുന്നവരെല്ലാരും ഞങ്ങൾ സെക്കൻഡ് പൊസിഷനിൽ എത്തുമ്പോൾ ഞങ്ങൾ ബോട്ടിൽ ചെയ്തു ഈവൻ ബോട്ടിൽ പോലും പൊക്കി കാണിച്ച് ഞങ്ങളെ ബോട്ടിലേഴ്സിന് വിളിച്ചവർക്കുള്ള ട്രസ്റ്റ് പ്രോസസ് ആണ് ഈ കാണുന്നത്. ടീമാണ് 2ാം സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. ടീം 8ാം സ്ഥാനത്തായിരുന്നു. അവിടുന്ന് ഈ പ്രോസസ്സ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ക്ലബ്ബ് കോച്ചിനെ വിശ്വസിച്ചു, പ്ലേയേഴ്സ് വിശ്വസിച്ചു. അതിന്റെ ഫലമായിട്ട് നമ്മൾ 2-ലെത്തിയപ്പോൾ നമ്മൾ പരിഹാസങ്ങൾ നേടി. പക്ഷേ ഇനി ആർക്കും കളിയാക്കാനുള്ള അവകാശമില്ല. പടിപടിയായിട്ടാണ് ഞങ്ങൾ ഓരോ വർഷവും മുന്നോട്ട് വന്നത്. പിന്നെ അതിനൊരു സ്ഥിരത ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ സ്ഥിരതയാണ് ഈ പല ടീമുകളും ബില്യൺസ് മുടക്കിയിട്ട് പോലും അവർക്ക് ടോപ്പ് 4 പോലും നേടാനായിട്ടില്ല. ഉദാഹരണം ചെൽസിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സീസണിലും കഴിഞ്ഞ സീസണിലും ടോപ്പ് 4ന്റെ പുറത്താണ് ബില്യൺസ് മുടക്കിയിട്ടു. നമ്മളും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് കാണിക്കാൻ പറ്റുന്നുണ്ട്? സ്ഥിരത കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ സീസണിൽ സെമി ഫൈനലിസ്റ്റാണ്, തൊട്ട് മുന്നത്തെ സീസണിൽ ക്വാർട്ടർ ഫൈനലിസ്റ്റാണ്, ഈ സീസണിൽ ഫൈനലിസ്റ്റാണ്. ഈ സീസണിൽ EPL ട്രോഫി അടിച്ചു, 3 വർഷമായി സെക്കൻഡാണ്. അപ്പോൾ ആ പ്രോസസ്സിനൊരു ഫലമുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളോട് ചോദിക്കുമ്പോൾ ആർസണലിന്റെ ഈ സീസണിലെ ബെസ്റ്റ് പ്ലെയർ ആരായിരിക്കും? ആർസണലിന്റെ ഒരു പ്ലെയർ അല്ല, ആർസണൽ ടീമാണ് പെർഫോം ചെയ്തത്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ടീമാണ് ആർസണൽ. ഒരിക്കലും ഡേവിഡ് റയയുടെ പെർഫോമൻസും ഡെക്ലൻ റൈസിന്റെ പെർഫോമൻസും മറന്നു പോകാൻ പറ്റില്ല. ഈക്വലി കൊണ്ടുപോയി ബ്രൂണോ 20 അസിസ്റ്റ് നേടിയുള്ള ശരിയാണ്, ഇറ്റ്സ് എ ഗുഡ് അച്ചീവ്മെന്റ്. പക്ഷേ റയയുടെ സേവുകളും മറ്റേ ഡെക്ലൻ റൈസിന്റെ സ്റ്റാമിന കൊണ്ട് നേടിയ കപ്പാണിത്. ആ കപ്പിന് അവരും ഈക്വൽ ആയിട്ട് അർഹിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം. ആഴ്സണലിൽ നിലവിലുള്ള ഡിഫൻസിനെ സംബന്ധിച്ചോളം PSG ഒരു എതിരാളികളായിട്ട് കാണുന്നില്ല. പക്ഷേ PSG നല്ല ടീമാണ്. പക്ഷേ ആഴ്സണലിലെ ഗബ്രിയൽ, സലീബ, ഹിങ്കാപ്പി, കലാഫിയോറി എന്നുള്ള ഡിഫൻസ് വെച്ച് അവരെ കീഴടക്കാൻ തന്നെയാണ് നമ്മൾ വിശ്വാസം. ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും വെറും 6 ഗോൾ മാത്രമേ ഞങ്ങൾ വഴങ്ങിയിട്ടുള്ളൂ. ആ ഡിഫൻസിനാണ് PSG വരാൻ പറ്റും. PSG-യുടെ അറ്റാക്കൊക്കെ ഞങ്ങൾ പണിച്ചു, സ്പീഡാണ്, ഇതാണ്. അതിനൊത്ത ഈക്വൽ ആയിട്ടുള്ള ഡിഫൻസ് ആണ് ഞങ്ങളടുത്തുള്ളത്. കഴിഞ്ഞ സീസണിൽ ഗബ്രിയൽ ഇല്ലായിരുന്നു, ഹാവർട്സ് സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കാനില്ലായിരുന്നു. ഞങ്ങൾ മെറീനോനെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് PSG-നോട് കളിച്ചത്. അതേപോലെ തന്നെ ഗബ്രിയലിന് പകരം കിവിയോർ ആയിരുന്നു കളിച്ചത്. ഇത്തവണ ഒരു ചാമ്പ്യൻസ് ആയിട്ട് വരുന്ന, പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് ആയിട്ട് വരുന്ന, ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സുള്ള ഒരു ആർസണലിനെ ആയിരിക്കും നേരിടേണ്ടി വരാൻ പോകുന്നത്.